മുൻപ് പറഞ്ഞ സോയി മൾട്ടിമീറ്ററിൻ്റെ അതേ രൂപത്തിലുള്ള മറ്റൊരു മൾട്ടിമീറ്ററാണ് സോടെക് ZT102A എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലൊരു ഓട്ടോ റേഞ്ച് ഉണ്ട്. ഓട്ടോ റേഞ്ചിൽ നമ്മൾ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോബിനെ രണ്ട് നമ്മൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് കണ്ടിന്യൂറ്റി മോഡിലേക്ക് മാറി, അതായത് ബസർ മോഡിലേക്ക് മാറി. ഇനി അതേസമയം നമ്മൾ ഇതിൽ തന്നെ ഈ മോഡൊന്നും ചേഞ്ച് ചെയ്യാതെ ഇതിൽ തന്നെ ഒരു ബാറ്ററി കൊടുക്കുകയാണ്. ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാറ്ററിയുടെ വോൾട്ടേജ് ഇവിടെ കാണിച്ചു തരും. കണ്ടോ 1.4 വോൾട്ട്, അതായത് DC വോൾട്ടേജ് മോഡിലേക്ക് മാറി. ഇതിനെ തന്നെ നമ്മൾ നേരിട്ട് കൊണ്ടുപോയിട്ട് AC പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ AC വോൾട്ടേജ് കാണിച്ചു തരും. റെസിസ്റ്റൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കാണിച്ചു തരും. നമുക്കിവിടെ ചേഞ്ച് ഒന്നും ചെയ്യാനുള്ള സെലക്ഷൻ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൽ തന്നെ ചെക്ക് ചെയ്യാം. അതായത് ഡയൽ മാറി ഇട്ടിട്ട് മീറ്റർ കംപ്ലൈൻ്റ് ആവുന്ന പേടി ഇതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ വരുന്ന മറ്റൊരു ഫീച്ചറാണ് നമുക്കിതിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഈ മോഡിൽ പോയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാം. ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോബ് ഇതിൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇതാ കാണിക്കുന്നുണ്ട് 31. നമുക്കിവിടെ ചൂടാക്കി കഴിഞ്ഞാലൊക്കെ ആ ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ മറ്റു റെസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം സാധാരണ ചെക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ കപ്പാസിറ്റൻസ് ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 1200 രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന ഈ മീറ്ററിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, NCV നോൺ കോണ്ടാക്ട് വോൾട്ടേജ് ചെക്കിങ്. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. മീറ്റർ ഏതെങ്കിലും ഒരു മോഡിൽ ഇട്ടതിന് ശേഷം NCVൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ സപ്ലൈ വോൾട്ടേജിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്കിവിടെ ഇങ്ങനെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ വയറുകളിൽ ഇതിലൊക്കെ അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കും.